ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചട്നിയാണ്. അതായത് പൊട്ടുകടല വെച്ചിട്ടുള്ള ഒരു ചട്നിയാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് പൊട്ടുകടല, അതിൻ്റെ കൂടെ തന്നെ ഉഴുന്ന്, പിന്നെ തേങ്ങ, സവോള, പുളിക്ക് വേണ്ടിയിട്ട് തക്കാളി ചേർക്കാം, അല്ലെങ്കിൽ തക്കാളി ഇഷ്ടമില്ലാത്തവർക്ക് ചെറിയ നമ്മുടെ പിഴുപുളി ചേർക്കാം. ഓക്കെ, വറ്റൽ മുളക്, ദെൻ ഇത് കടുക് വറുക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി, പിന്നെ ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. ദെൻ കരിയാപ്പില എന്ന് പറയുന്നത് നമുക്ക് കടുക് വറുക്കുമ്പോൾ ഉപയോഗിക്കാം. തേങ്ങ ആവശ്യത്തിന്. ഇതിന് വളരെ കുറച്ച് മാത്രം നമുക്ക് തേങ്ങ മതി. അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടുകടല ചട്നി ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിന് ഓയിൽ, ഞാൻ കുറച്ച് മാത്രമേ ഓയിൽ യൂസ് ചെയ്യാറുള്ളൂ, കുറച്ച് ഓയിൽ ഉപയോഗിക്കുക. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പൊട്ടുകടല, സവോള എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഓക്കെ, ആദ്യം നമ്മളിടുന്നത് പൊട്ടുകടലയാണ്. എണ്ണ തിളച്ച് കഴിഞ്ഞ ഉടനെ, എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞ ഉടനെ നമുക്ക് പൊട്ടുകടല ഇടാം. അതിനുശേഷം നമ്മൾ ഉഴുന്ന് ആവശ്യത്തിന്, അതിനൊരു കണക്കില്ല, കുറച്ച് പൊട്ടുകടലയുടെ അത്രയും തന്നെ ഉഴുന്ന് വേണ്ട, ഉഴുന്ന് കുറച്ച് മാത്രം മതി. ഓക്കെ, ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് സവോളയും വറ്റൽ മുളകും തക്കാളിയും വെളുത്തുള്ളി ആഡ് ചെയ്യുക. മൂന്നല്ലി വെളുത്തുള്ളി, 2 ചെറിയ സവോള, വറ്റൽമുളക്, നമ്മളുടെ എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളകും, നമുക്ക് എത്രയാണോ പുളി വേണ്ടത് അതിൻ്റെ ആവശ്യമുള്ളത്ര തക്കാളി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മൂപ്പിക്കണം. ഒരുപാട് വേണ്ട, ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇത് നമ്മുടെ ആവശ്യത്തിനുള്ള വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം തേങ്ങ, നമ്മളുടെ ആവശ്യത്തിനല്ല, കുറച്ച് മാത്രം, ഒരുപാട് തേങ്ങയുടെ ആവശ്യമില്ല. നമ്മൾ ആ വഴറ്റിയെടുത്ത സാധനങ്ങൾ മിക്സിയിലിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ അരച്ചെടുക്കണം. അരച്ച് വെച്ച് നമ്മളുടെ ഇതിലേക്ക് നമ്മൾ കടുക് വറുത്ത് വെച്ചു. നമ്മളുടെ പൊട്ടുകടല ചട്നി റെഡി.